ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ആലപ്പുഴയിലേക്കാണ് കേട്ടോ. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണല്ലേ ആലപ്പുഴയിലുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞത് കേൾക്കാതെ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതുകൊണ്ട് കിട്ടിയൊരു മുട്ടൻ പണിയാണ് കേട്ടോ അത്. വരുന്ന വഴിക്ക് പാലം പണി നടക്കുകയാണെന്നും അതുകൊണ്ട് കടൽ തീര ഹൈവേ വഴി വരുന്നതാണ് നല്ലതെന്നും ചേട്ടൻ നല്ല വാക്ക് പറഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്പ് അത് നമ്മളെ ചതിച്ചു. കിട്ടിയത് പണിയാണെങ്കിലും അതൊരു വേറെ അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി കയറ്റിക്കൊണ്ടു പോകുന്ന ജങ്കാറിൽ കയറി യാത്ര ചെയ്യുന്നത്. ഒരുപാട് നാളുകൾക്ക് മുന്നേ നടന്നൊരു കല്യാണം. പക്ഷെ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ എത്തിയേ. ഇതാ ഈ ആൾക്കൂട്ടത്തിലുണ്ട് ചെക്കനും പെണ്ണും. സ്ഥലം തൃക്കുന്നപ്പുഴയാണ്. കുട്ടിക്കാല ഓർമ്മകൾ പ്രധാന പങ്കുവഹിക്കുന്നൊരു സ്ഥലമാണ് ഈ തൃക്കുന്നപ്പുഴ. കടലിനോടടുത്താണ് വീട്. അങ്ങനെ പോയ സ്ഥിതിക്ക് നമ്മളെല്ലാവരും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് കടൽ തീരത്തോടുള്ള കാഴ്ചകളും കണ്ട് വരുന്ന വഴിക്ക് തന്നെയാണ് ദാ ഈ ഒരു ഐറ്റം നിൽക്കുന്നത്, വലിയഴീക്കൽ ലൈറ്റ് ഹൗസ്. പ്രായപൂർത്തിയായവർക്ക് 20 രൂപയും കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും 10 രൂപയുമാണ് ടിക്കറ്റ് ചാർജ്. വൈകിട്ട് 6 മണിക്കോ 6:30ക്കോ ആണ് ക്ലോസിംഗ് ടൈം. നമ്മളെന്തായാലും അതിനോടടുപ്പിച്ചാണ് എത്തിയത്. ആദ്യം ഇത്ര പടി കണ്ടപ്പോൾ ഒന്ന് അന്താളിച്ചെങ്കിലും ലിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഒട്ടും താമസിച്ചില്ല, നമ്മൾ അങ്ങോട്ട് മുകളിലേക്ക് എത്തി. ഈ കാണുന്നതാണ് വലിയഴീക്കൽ പാലം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ഗ്രാമത്തിൻ്റെ തീരപ്രദേശമായ വലിയഴീക്കലിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് ഗ്രാമത്തിലെ അഴീക്കൽ ബീച്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് വലിയഴീക്കൽ പാലം. ചുരുക്കി പറഞ്ഞ ഈ പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയാണ്. അറബിക്കടലിനും കായംകുളം കായലിനും സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഈ വലിയഴീക്കൽ പാലം ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബൗ സ്ട്രിംഗ് പാലമാണ്. ചൈനയിലെ ചാവോ തിയൻമെൻ പാലത്തിന് ശേഷം ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ വില്ലുപാലമാണ് വലിയഴീക്കൽ പാലം.
ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താഴെ അങ്ങ് കടലിനിടയിലൂടെ പോകാൻ പറ്റിയ വഴിയുണ്ടല്ലോ, അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോയി. പക്ഷേ ഇരുട്ടായത് കാരണം നമ്മൾ അങ്ങ് അറ്റം വരെ പോയില്ല. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ നാണു ഞാൻ പഞ്ചാബി. അങ്ങനെ അങ്ങ് അറ്റം വരെ എത്താൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ്.